إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس إنا خلقناكم من نفس واحدة وخلق منا زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തം ശരീരത്തുന്നത് പോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും ജീവിതത്തിൽ പകർത്തി സൂക്ഷ്മത ഉള്ളവരായി ആക്യമത്തിൽ നന്നായി മരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ഇത്രയും ദിവസം നമ്മൾ നോമ്പനുഷ്ഠിച്ചു. ഇനി ആ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് നമ്മൾ പുനർചിന്തിക്കണം. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മോട് റമദാൻ മാസം വിട പറയുന്നു. യഥാർത്ഥത്തിൽ റമദാൻ മാസമല്ല വിട പറയുന്നത് എന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും ചിന്തിക്കുക. റമദാൻ മാസം വിട പറയുന്നില്ല. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് റമദാൻ വരും. പക്ഷേ നമ്മൾ ആരുണ്ടാവുമെന്ന് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മളാണ് ഇവിടെ പറയുന്നത്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അടുത്ത വർഷ റമദാനും നോൽപ്പ് നോൽക്കുവാനും ഖുർആൻ പാരായണം ചെയ്യുവാനൊക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ആയുസ്സും നൽകുമാറാവട്ടെ. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഒരു ചിന്ത നമുക്ക് വേണ്ടത്. റമദാൻ നമ്മിൽ നിന്ന് വിട പറയുന്നു അല്ല, നമ്മൾ അടുത്ത വർഷത്ത് കയറാനുണ്ടാകുക എന്ന് പറയുകയില്ല. അതുകൊണ്ട് നമ്മൾ ഈ റമദാൻ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് ഒന്നാമത്തത് ലഅല്ലക്കും തത്തക്കൂൻ എന്നാണ് അവസാനം പറയുന്നത് കേട്ടോ. നോമ്പ് നിർബന്ധമാക്കിയതിന് ശേഷം ആയത്തെ അവസാനിക്കുന്നത് അങ്ങനെയാണ്. തെക്കുവ ഉള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. ആ തെക്കുവ നമ്മൾക്ക് നേടിയിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇത്രയും ദിവസങ്ങൾ നോമ്പ് നമ്മൾ നോറ്റു, ഖുർആൻ എത്ര കണ്ട് നമ്മൾ പാരായണം ചെയ്തു, എത്ര സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചു, എത്ര ദാനധർമ്മങ്ങൾ ചെയ്തു, എന്തെല്ലാം മറ്റ് പുണ്യകർമ്മങ്ങൾ ചെയ്തു എന്ന് നമ്മൾ ഇനി ഉള്ള ദിവസങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ കണക്ക് കൂട്ടുക. ഇനി ഇത് അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 10ന്റെ
പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു തങ്ങളുടെ ഹദീസുണ്ട്, ഇദാ ദഖല അശറൽ അവാഖിറ, റമദാൻ മാസത്തിലെ അവസാനത്തെ 10 പ്രവേശിച്ചാൽ അഹ്യാ ലൈലഹു വഅയ്കദ അഹ്ലഹു, അഹ്യാ ലൈലഹു